തീരുവയിൽ കനത്ത തിരിച്ചടി നേരിട്ടിട്ടും ട്രംപിന്റെ പൊള്ളത്തരങ്ങൾ തുടരുകയാണ്. ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾക്കെതിരെ തീരുവ ചുമത്തി രാജ്യങ്ങളുടെ നടുവൊടിച്ച ഏക പ്രസിഡന്റ് ഇപ്പോൾ പറയുന്നത് മറ്റൊരു അവകാശവാദമാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ യുദ്ധം അവസാനിപ്പിക്കാനായി ഇരു രാജ്യങ്ങൾക്കും 200% താരിഫ് ചുമത്തുമെന്ന് താൻ ഭീഷണിപ്പെടുത്തിയെന്നാണ് ആ പച്ചക്കള്ളം. ആണവശക്തികളായ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചത് താനാണെന്ന അവകാശവാദം വീണ്ടും ആവർത്തിക്കുകയാണ് ട്രംപ്. കഴിഞ്ഞ വർഷമുണ്ടായ ഇന്ത്യ പാക് സംഘർഷം അവസാനിച്ച ശേഷം ആഗോള വേദികളിലടക്കം 80ലേറെ തവണയായി ഇക്കാര്യം ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ ഒഴിവാക്കാൻ സമാധാന നീക്കങ്ങൾ ട്രംപ് നടത്തിയെന്ന് കാണിക്കാനാണ് ഈ ശ്രമം. വാഷിംഗ്ടണിൽ നടന്ന ഗാസ ബോർഡ് ഓഫ് പീസ് എന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് ട്രംപിന്റെ പ്രസ്താവന. ട്രംപിന്റെ നേതൃത്വത്തിലുള്ള സംഘടന സംഘടിപ്പിച്ച പരിപാടിയിൽ പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫും പങ്കെടുത്തിരുന്നു. അമേരിക്കൻ പ്രസിഡന്റായി രണ്ടാമതും അധികാരത്തിലെത്തിയ ശേഷം ആദ്യ വർഷം തന്നെ 8ഓളം യുദ്ധങ്ങളാണ് താൻ അവസാനിപ്പിച്ചതെന്നും ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. പ്രസ്താവന ആവർത്തിച്ച് ട്രംപ് പ്രസിഡന്റ് എന്ന പദവിയുടെ വില കളയുകയാണ്. ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള സംഘർഷമായിരുന്നു താൻ പരിഹരിച്ചതിൽ ഏറ്റവും വലുതെന്നാണ് ട്രംപ് പറയുന്നത്. ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചതിലൂടെ 25 മില്യൺ മനുഷ്യരെയാണ് താൻ രക്ഷിച്ചതെന്ന് മുമ്പ് പാക് പ്രധാനമന്ത്രി ഷെരീഫ് പറഞ്ഞ കാര്യം ട്രംപ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ചില പത്രങ്ങളിൽ അവ പരിശോധിച്ചു. യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇരുവരുമായി വ്യാപാര കരാറുകൾ ഉണ്ടാകില്ലെന്ന് ഞാൻ അറിയിച്ചു. നിങ്ങൾ പോരടിച്ചാൽ ഇരു രാജ്യങ്ങൾക്കും 200% തീരുവ ചുമത്തുമെന്നും പറഞ്ഞു. പണം ഒരുപാട് നഷ്ടമാകുമെന്ന് മനസ്സിലായ ഒരു രാജ്യം, അവരുടെ പേര് പറയുന്നില്ല, അവർ യുദ്ധം വേണ്ടെന്ന് തീരുമാനിച്ചു. അതിന് 2 ദിവസങ്ങൾക്ക് ശേഷം പ്രശ്നം പരിഹരിച്ചു എന്നാണ് ട്രംപ് പറയുന്നത്. വിലയേറിയ 11 വിമാനങ്ങളാണ് യുദ്ധത്തിൽ തകർന്നതെന്ന് ട്രംപ് പറഞ്ഞെങ്കിലും ഏത് രാജ്യത്തിൻ്റെതാണെന്ന് വ്യക്തമാക്കാൻ തയ്യാറായിട്ടില്ല. അതേസമയം ഇറാനുമായി നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടൽ ലക്ഷ്യമിട്ട് പശ്ചിമേഷ്യയിൽ ഉടനീളമുള്ള തങ്ങളുടെ സൈനിക താവളങ്ങളിൽ US വൻതോതിൽ അഴിച്ചുപണി നടത്തിയെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഖത്തറിലെ അൽ ഉദൈദ് താവളത്തിൽ നിന്ന് 100 കണക്കിന് സൈനികരെ രഹസ്യ ദൗത്യങ്ങൾക്കായി മാറ്റിയതായി പെന്റഗൺ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ദ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഖത്തറിന് പുറമെ ബഹ്റൈൻ, ഇറാഖ്, സിറിയ, കുവൈറ്റ്, സൗദി അറേബ്യ, ജോർദാൻ എന്നിവിടങ്ങളിലെ US താവളങ്ങളിലും വലിയ തോതിലുള്ള സ്ഥാനചലനങ്ങൾ നടക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിലുള്ള 30,000 മുതൽ 40,000 വരെ US സൈനികർക്ക് ഇറാന്റെ പ്രത്യാക്രമണങ്ങളെ ചെറുക്കാൻ ആവശ്യമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കുറവാണെന്ന വിലയിരുത്തലിൽ കൂടുതൽ പ്രതിരോധ സംവിധാനങ്ങൾ മേഖലയിലേക്ക് എത്തിക്കുന്നുണ്ട്. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ഇറാനെ നേരിടാൻ അമേരിക്കയ്ക്ക് ഭയമുണ്ടെന്ന് തന്നെയാണ് ഈ അഴിച്ചുപണിയിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായി 2 US വിമാനവാഹിനി കപ്പലുകളെ ഇറാന്റെ അതിർത്തിയിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ് US. ട്രംപിന്റെ ഈ ഭയത്തിന് പിന്നാലെ ഇറാന്റെ മുന്നറിയിപ്പും ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്യുകയാണ്. അമേരിക്കൻ ആക്രമണം ഉണ്ടായാൽ മേഖലയിലെ എല്ലാ US താവളങ്ങളും സൗകര്യങ്ങളും തങ്ങളുടെ ലക്ഷ്യമാകുമെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ മിഷൻ മുന്നറിയിപ്പ് നൽകി. 2025ലേതുപോലെ മുൻകൂട്ടി അറിയിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമായിരിക്കില്ലെന്നും ഇറാൻ പറയുന്നുണ്ട്. അമേരിക്കയ്ക്ക് ഇരുട്ടടിയായി ഇറാൻ യുദ്ധം പ്രഖ്യാപിക്കുമെന്നതിന്റെ സൂചന തന്നെയാണിത്.